നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 27,083 വരും ദിവസങ്ങളിലായാലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യൂ, പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് ഉള്ളൂ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ സംഭവിച്ചു നോക്കാം. നമുക്ക് മാർക്കറ്റിനെ റിവ്യൂ ചെയ്യുന്നത് എപ്പോഴും വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും മാനേജ് ചെയ്യാനായിട്ട് ബെനിഫിറ്റ് ആയിരിക്കും. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഓപ്പണിംഗ് ക്യാനിൽ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഈ ഒരു ക്യാനിൽ ശ്രദ്ധിക്കുക, എപ്പോഴും ആ ഒരു ക്യാനിൽ തന്നെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ പല ദിവസങ്ങളിലെ വീഡിയോസിൽ സൂചിപ്പിക്കുന്നതാണ്. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ബൈയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് മാർക്കറ്റിൽ കാണുന്നത്. ബൈക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട് ഏരിയ ഈ ഒരു ലെവലിന്റെ ഗ്യാപ്പ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. 27,200 റേഞ്ചിന്റെ അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇവിടെ നിന്നുള്ള ഒരു ബൈയുടെ ഒരു മൊമെന്റ് ആയാലും 27,200 അടുത്ത് അവസാനിക്കും. ഇന്ന് 27,200 ടെസ്റ്റ് ചെയ്തില്ല, പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും 27,200 അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും നിഫ്റ്റിക്ക് റൈറ്റ് മൊമെന്റം മാർക്കറ്റിൽ കിട്ടും. കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതിന് മുൻപ് തന്നെ അവസാനത്തെ ഒരു സെക്ഷനിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ സംഭവിച്ചു നോക്കാം. ഈ ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ കൺസോളിഡേഷൻ ട്രെൻഡാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ റേഞ്ചിന്റെ താഴത്തേക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. കുറച്ചുകൂടി ക്ലിയർ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഏരിയ തന്നെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റി ഇന്നത്തെ ഒരു ക്ലോസിങ്ങിൻ്റെ ആ ഒരു ലെവലിൻ്റെ താഴെ ആയിരിക്കും നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു താഴെ ഒരു ഓപ്പൺ ചെയ്താൽ റെസിസ്റ്റൻസ് 27,103 വരെ റെസിസ്റ്റൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. 25,103 ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിയുടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട്സ് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. പക്ഷേ 27,700 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 25,070 പ്രോഫിറ്റ് ബുക്കിന് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ബൈക്ക് ആണെങ്കിൽ നമുക്ക് നോക്കാം. ബൈക്ക് ആണെങ്കിൽ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ തന്നെയാണ് ഓപ്പൺ. 27,103 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് വരുന്നത് 27,155 റെസിസ്റ്റൻസ് ഹൈ ആണ്. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ ആണ്. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു റേഞ്ചിലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 27,155 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 180, 210 ഈ രണ്ടും റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 27,210 റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 27,210 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം അടുത്തൊരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തോ നോക്കുക. 27,182. കാരണം ഈ ഒരു ഏരിയ നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ് ലെവലാണ്. 27,182 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത വരുന്നത്. മൈനർ അല്ല, ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തത് നിലനിൽക്കുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ. ഈ ഒരു ഏരിയ നമുക്ക് തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്യുന്നപ്പോഴാണ് എപ്പോഴും ആ സ്ട്രെങ്ത് കിട്ടുന്നത്. ഇതിന്റെ റേഞ്ചിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്കാണ് നമുക്ക് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല, ഈ ഒരു ലെവലൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 27,103 ബൈ ഓപ്പർച്യൂണിറ്റി 103 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് റെസിസ്റ്റൻസിന്റെ അടുത്തെത്തുമ്പോഴാണ് നമുക്കൊരു മൊമെന്റം കിട്ടുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ലോവർ ലെവലാണ്. പിന്നെ കുറച്ച് താഴെയാണ് ഒരു സപ്പോർട്ട് വരുന്നത്. അതായത് ഇവിടെ ഒരു മൈനറായിട്ട് സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അവിടെ നിലനിൽക്കുന്നു നോക്കുക. 27,015 സപ്പോർട്ട് വരുന്നത്. പിന്നെ നല്ല സപ്പോർട്ട് 24,960 24,960 ഈ ഒരു ലെവലിൽ കുറച്ച് നല്ല സപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യേണ്ടോ നോക്കുക. ഓരോ റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും ക്ലോസ് ചെയ്യേണ്ടോ നോക്കുക. 24,918 ലോവർ ലെവൽ സപ്പോർട്ട്. അതിനുശേഷം 24,892. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ സിറ്റുവേഷൻ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ഒരു മുകളിലാണ് നിലനിൽക്കുന്നതെങ്കിൽ വീണ്ടും ബൗൺസ് ചെയ്യും. മുകളിലേക്ക് ബൗൺസ് ചെയ്യാൻ 27,200 അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്.
ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പിന്നെ ലോവർ ലെവൽ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും നല്ലൊരു സപ്പോർട്ടിൽ വന്നിട്ടായിരിക്കും ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. റൈറ്റ് സപ്പോർട്ടിൽ വന്നതിന് ശേഷം കിട്ടുന്ന ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് മൊമെൻറ്റം കിട്ടില്ല. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ലൊരു മൊമെൻറ്റം എപ്പോഴും നല്ല റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരു സമയത്ത് നല്ല മൊമെൻറ്റം നമുക്ക് കിട്ടും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്